നമുക്ക് എമ്പുരാൻ സിനിമയുടെ ടൈറ്റിൽ ഒന്ന് റീഡിസൈൻ ചെയ്ത് നോക്കിയാലോ? വാ. അതിന് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് എമ്പുരാൻ എന്ന ടൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, മൈ ഫോൺസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഈ എമ്പുരാൻ എന്ന് പറയുന്ന JPG നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്കറിയാൻ പറ്റും ഏത് ഫോണ്ടാണ് അവർ ആ സിനിമയുടെ ടൈറ്റിൽ യൂസ് ചെയ്തതെന്നുള്ളത്. ഇതിപ്പോൾ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ എമ്പുരാൻ എന്നുള്ള ആ ടൈറ്റിൽ നമ്മളൊന്ന് കോപ്പി ചെയ്തെടുത്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. അതിനുശേഷം നമ്മളത് ഒന്ന് സേവ് ചെയ്തു, ഡെസ്ക്ടോപ്പിൽ എവിടെയെങ്കിലും സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മൈ ഫോൺസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറുക. ഇതേ കണ്ടോ, ഇതാണ് മൈ ഫോൺസ്. അവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അവിടെ നമ്മൾ എടുത്തേക്കുന്ന സാധനം നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ വന്നു. കണ്ടോ, അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഫോണ്ടുകൾ ഏതൊക്കെയാണെന്ന് ഇവിടെ വരും. അപ്പോൾ ഇതാണ് ശരിക്കും എമ്പുരാൻ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോണ്ട് എന്ന് പറയുന്നത്. ബണ്ണി ഡോജോ എന്നാണ് ആ ഫോണ്ടിൻ്റെ പേര്. അതിനോട് സിമിലർ ആയിട്ടുള്ള ബാക്കിയുള്ള ഫോണ്ടുകളും ഈ വെബ്സൈറ്റിൽ നമുക്ക് കാണിച്ചു തരും. വെരി ഫസ്റ്റ് വന്നേക്കുന്ന ഫോണ്ടാണ് അതിൽ ഏറ്റവും റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഫോണ്ട്. അപ്പോൾ ആ ഫോണ്ട് ബണ്ണി ഡോജോ എന്നാണ് അതിൻ്റെ പേര്. ബണ്ണി ഡോജോ എന്ന ഫോണ്ട് നമ്മുടെ കയ്യിലില്ല. നമ്മളത് $23 കൊടുത്ത് നമ്മൾ മേടിക്കണം. നമ്മുടെ കയ്യിൽ കാശില്ല. അപ്പോൾ നമുക്ക് അതിനോട് സിമിലർ ആയിട്ടുള്ള ഫോണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ടൈറ്റിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നമ്മൾ എമ്പുരാൻ എന്ന് ടൈറ്റിൽ ചെയ്യുന്നു. അപ്പോൾ അതിനോട്ട് റിലേറ്റ് ചെയ്തൊരു ഫോണ്ട് നമ്മളിവിടെ എടുക്കും. നമ്മളിവിടെ എടുത്തേക്കണ ഫോണ്ട് എന്ന് പറയുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കണ ഫോർട്ട് കോളിൻ എന്ന് പറഞ്ഞ ഒരു ഫോണ്ടാണ് നമ്മളിപ്പോൾ എടുത്തേക്കണത്. ഇപ്പോൾ എമ്പുരാൻ്റെ ടൈറ്റിൽ പോലെ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ആ ടൈറ്റിൽ നമ്മൾ ഡോട്ടൊക്കെ ഇട്ട് എമ്പുരാൻ എന്നുള്ള ആ സെറ്റപ്പിലായിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് L2 എന്ന് എഴുതിയേക്കണ ഈ സാധനം നമുക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അഡോബി ഇല്ലുസ്ട്രേറ്റർ ആണ്. അപ്പോൾ അതിൽ ക്രിയേറ്റ് ന്യൂ ഫയൽ എടുത്തു. സാധാരണ പോലെ ഫോട്ടോഷോപ്പൊക്കെ തന്നെ പോലെ ഇതിലൊരു ന്യൂ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അവിടെ നമ്മൾ ആ L എന്നുള്ള സാധനം നമുക്ക് ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ടൂൾ എടുക്കുക, ടൈപ്പ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ L2 എന്ന് എഴുതിയേക്കുന്ന ഫോണ്ട് എമ്പുരാനിൽ ഏതാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കുക. സാധാരണ എമ്പുരാൻ എഴുതിയേക്കുന്ന ടൈറ്റിൽ പോലെ അല്ല. L2 എന്ന് എഴുതിയേക്കുന്ന ഇച്ചിരി കൂടെ ബോൾഡാണ്. അപ്പോൾ ഇച്ചിരി ബോൾഡായിട്ടുള്ള ഫോണ്ട് എടുക്കുക. ഇനി അതിനെ നമ്മൾ Ctrl+Shift+O അടിക്കുക. അപ്പോൾ അതിനൊരു പാത്താക്കി മാറ്റും. നേരത്തെ അത് ടൈറ്റിലാണ്. പാത്താക്കുമ്പോൾ ഒരു എഡ്ജിൽ ഇങ്ങനെ നമ്മൾ മൗസ് പോയിൻ്റർ കൊണ്ട് വെച്ചാൽ നമുക്കിങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. നമുക്കതിനെ ഷേപ്പാക്കി മാറ്റാം. ഓരോ ഷേപ്പായിട്ട് മാറ്റാൻ പറ്റും. അത് ഓർത്തിരിക്കുക. Shift+Ctrl+O അടിച്ചാൽ അതിനെ ഒബ്ജക്റ്റാക്കി മാറ്റാവുന്നതാണ്. കേട്ടോ, ഇപ്പോൾ അതിൻ്റെ ഒരു എഡ്ജിൽ നമ്മൾ മൗസ് പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റാം. ഇപ്പോൾ നമ്മൾ L2 എന്ന് എഴുതിയേക്കണതിൻ്റെ ആ സാധനത്തിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ ഒരു വിഡ്ത്തും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇത്രയും വേണ്ട, ഹൈറ്റൊന്നും വേണ്ട, നമുക്ക് ഹൈറ്റ് ഇച്ചിരി കുറയ്ക്കാം. ഇനി നമ്മൾ 2 എടുക്കുക. ഇനി നമ്മൾ 2 എടുത്തിട്ട് നമ്മൾ നേരെ Lൻ്റെ മേളിൽ കൊണ്ടുവെക്കുക. നമുക്ക് മറ്റേത് കണ്ടാൽ അറിയാമല്ലോ, L2 എന്ന് എഴുതിയേക്കുന്നത് കണ്ടാൽ അറിയാം. അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ, അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. കണ്ടോ, ആ L2 എന്ന് എഴുതിയേക്കണ L കട്ട് ചെയ്തിട്ട് കർവാക്കിയിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, Lൻ്റെ മേളിൽ 2 കൊണ്ടുവെക്കുക. എന്നിട്ട് അതിനെ പാത്ത് ഫൈൻഡറിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനെ ഷേപ്പാക്കി മാറ്റുക. Shift+Ctrl+O അടിച്ച് ഷേപ്പാക്കി മാറ്റുക. അപ്പോൾ അതിൽ നമ്മൾ നേരെ മേളിൽ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ പാത്താക്കി മാറ്റി കഴിഞ്ഞാൽ പാത്ത് ഫൈൻഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് പാത്ത് ഫൈൻഡർ. നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കട്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ താഴെ വെച്ചാൽ അത് കട്ട് ചെയ്യാം. കണ്ടോ, ഈ കർവൊക്കെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് രണ്ടും കൂടെ ഒരുമിച്ചാക്കണം. അതിന് നമ്മൾ ഈ പാത്ത് ഫൈൻഡർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നാക്കുന്നൊരു ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാം ഒന്നാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം ഒന്നാകും. കണ്ടോ, ഇപ്പോൾ L2ൻ്റെ ഒരു ഷേപ്പ് വന്നു. ഇനി അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യണ കർവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ടൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോണത് ഇതിലുള്ള എഫക്റ്റുകളൊക്കെ കണ്ടില്ലേ, ഈ എഫക്റ്റ് 3D എഫക്റ്റൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പോവാണ്. പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇല്ലുസ്ട്രേറ്റർ എടുത്തു. അപ്പോൾ അതിൻ്റെ കർവുകളൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കി. ഞാൻ പറഞ്ഞു അത് ക്ലിക്ക് ചെയ്തിട്ട് എഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ കർവൊക്കെ നേരെയാക്കാൻ പറ്റും. നമ്മൾ 3D എടുത്തു. എഫക്റ്റിലാണ് 3D എടുത്തിട്ട് ഇതിൻ്റെ കർവുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും എന്നുള്ള പറയും. ഇപ്പോൾ നമ്മൾ ഈ ഓരോന്നിൻ്റെ ഓരോ റേറ്റ് ഉണ്ട്. കണ്ടോ, ഇന്ന് 45, അതുപോലെ 35 അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കണ്ടോ കറക്റ്റ് എന്താണ് അതിൻ്റെ എഡ്ജ് വരുന്നത് എന്നുള്ളത് 3D എഫക്റ്റിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനെ 3D ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മളെങ്ങനെ സംഭവം വരുന്നു എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. കേട്ടോ, അപ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ സെറ്റ് ചെയ്ത് നമ്മളൊന്ന് പക്കയാക്കി 3D എടുത്തു കൊടുത്താൽ ഇങ്ങനെ വരും എന്നുള്ള സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ടൈറ്റിൽ നമുക്ക് കാണാം ഒരു സിൽവർ കളർ ഗ്ലോയും അതിൻ്റെ ഒരു എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ ടൈറ്റിലെ എഫക്റ്റാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു സിൽവർ ഗ്ലോ പോലത്തെ സംഭവങ്ങളൊക്കെ ആ ടൈറ്റിൽ കാണാൻ പറ്റും. അതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യം ഈ സിൽക്കി സിൽവറിൻ്റെ വാൾപേപ്പർ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഇത് മതി, ഇത് ഡൗൺലോഡ് ചെയ്തു. നമ്മൾ അതിലേക്ക് ഓപ്പൺ ചെയ്യുന്നു.
അപ്പോൾ അത് നേരെ അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്നു. ഇത് എമ്പുരാൻ എഴുതിയതിന് ശേഷം കേട്ടോ അത് നമ്മൾ അതിൻ്റെ നേരെ സ്ട്രെയിറ്റ് വെക്കുന്നു. സ്ട്രെയിറ്റ് വെച്ചതിന് ശേഷം എമ്പുരാൻ എന്നുള്ളത് അതിൻ്റെ കവറിൽ വരുന്നു മൊത്തത്തിൽ. അപ്പോൾ അതിനെ ഓരോ ലെറ്ററിലും നമ്മളിങ്ങനെ ഓരോ അതിൻ്റെ ആ ഒരു വാൾപേപ്പർ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തൊരു ഡ്രോപ്പ് ഷാഡോ ഒന്നുമില്ല, അപ്പോൾ നമുക്കൊരു ഡ്രോപ്പ് ഷാഡോ ഒക്കെ കൊടുക്കാം. അപ്പോൾ ആ ടൈറ്റിൽ എഫക്റ്റിനൊരു ഒരു കംപ്ലീറ്റ് ആ ഒരു ഇത് വരും. ഇനി അതിനകത്ത് നമ്മൾ ആ ഒരു സ്പേസൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനെ നേരെ ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുവരാം. അതിനെ നമ്മൾ ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുവന്നു. നമ്മൾ എമ്പുരാൻ എന്നുള്ള ഫോണ്ട് നമ്മളൊന്ന് ചെറുതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ എമ്പുരാൻ എന്നുള്ള ടൈറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കിനി അറിയാം ആ എ എന്ന് എഴുതിയേക്കണം എമ്പുരാൻ എന്നുള്ള ആ 2 എയിൽ നമ്മൾ ഇനി റെഡ് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരണം. ബ്ലാക്കാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അതുപോലെ ഇനി അതിൻ്റെ ഒരു ഷാഡോ പോലത്തെ സാധനം അതിൻ്റെ അകത്ത് വരണം. അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തു ഫോട്ടോഷോപ്പിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഷാഡോ പോലെ വന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ടൈറ്റിലെ 2 A ഉണ്ട്. നമുക്കറിയാം എമ്പുരാൻ എന്ന ടൈറ്റിൽ എഴുതിയേക്കുന്നത് 2 A ആണ്. അപ്പോൾ ആ 2 Aയിൽ നമ്മൾ റെഡ് കളറാക്കണം. ശരിക്കുള്ള ടൈറ്റിൽ റെഡാണ്. അതിൽ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് ചെയ്യുകയാണ് റെഡ് കളറിൽ. ഇനി ആ എക്കകത്ത് തന്നെ 2 എണ്ണത്തിലും ഒരു ലൈറ്റിംഗ് ഗ്ലോ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ലൈറ്റ് എഫക്റ്റ് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ലൈറ്റ് നമ്മളെടുത്തു, അത് നമ്മൾ സേവ് ചെയ്തു. ഇനി അത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ കൊടുത്തേക്കണ ഈ ലൈറ്റ് നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ അത് ഗോൾഡൻ ഇതിൽ വന്നു. ഇനി അതല്ല നമ്മൾ സംഭവം, അത് നമ്മൾ ഇതിനകത്തോട്ട് ഓവർലേയിൽ നമ്മൾ മാറ്റിയിടും. കുറച്ച് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അത് നമ്മൾ അവിടെ നിന്ന് കണ്ടോ, അപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലൈറ്റ് എഫക്റ്റ് വരുന്നുണ്ടോ. ഒരു ലൈറ്റ് എഫക്റ്റ് അതിൻ്റെ അകത്ത് വന്ന് വീഴുന്നുണ്ട്. ആ ഓവർലേയിൽ നമ്മളത് മാറ്റി കൊടുത്താൽ അത് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം. അതുപോലെ തന്നെ അത് കോപ്പി എടുത്ത് നേരെ ഇപ്പുറത്തെ കയ്യിലോട്ട് ഇട്ടു. അപ്പോൾ ഇച്ചിരി ചെറുതാക്കി കണ്ടോ. അപ്പോൾ ആ ചെറിയൊരു ലൈറ്റ് ഷാഡോ ലൈറ്റ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ എമ്പുരാൻ എന്ന് പറഞ്ഞ ടൈറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സിനിമ പഠന കളരി എന്ന് പറയുന്ന ഒരു സീരീസാണ്. ഇതിൽ നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. എന്നാലാവുന്ന വിധം ഞാൻ കഴിയാവുന്നത് ശ്രമിക്കാം. നിങ്ങൾ കൂടെ ഉണ്ടാവണം. Start action cut.